താനിങ്ങനെ ഉറക്കം ഒഴിച്ച് ആരേക്കാത്തായിരിക്കണത്. ഇത്തിരി എന്തെങ്കിലും കഴിച്ചു വന്ന് കിടക്കാൻ നോക്ക്. ഞാൻ പറയുന്നത് കേൾക്കണം കേട്ടോ. സൂക്ഷിച്ച്. ഒരു ബോട്ട് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നു. ആരാണെന്ന് പോയി നോക്കാൻ. ആര് വരാന്? നിങ്ങൾ പോയി നോക്കി. തിന്നാനൊരുത്തൻ, ഉറങ്ങാനൊരുത്തൻ. ആരാ? അമേരിക്കണ്ട. ആരാ? കുഞ്ഞുണ്ണി അങ്കിളല്ലേ? ഞാൻ രാജലക്ഷ്മി, രാജകുമാരൻ തമ്പിയുടെ മോളാ. പിടിക്ക്. കുട്ടി പെട്ടി നിൽക്കാനവിടെ. രാജൻ കുഞ്ഞിന്റെ മോളാത്രേ. ഒറ്റയ്ക്കേ ഉള്ളൂ. അനുവാദമില്ലാതെ അകത്ത് പോകാൻ പാടില്ല. അനുവാദോ? എന്റെ വീട്ടുകാരൻ എനിക്ക് തന്റെ അനുവാദം വേണം. നമ്മളുടെ അനുവാദമല്ല. പിന്നെ മാറാൻ. ഇതാരാണ്? അമേരിക്കന്ന് വന്നതാണെന്ന് പറഞ്ഞു. നമ്മൾക്ക് വിശ്വാസമില്ല കേട്ടോ. അല്ലാ, ഇതൊക്കെ നമ്മളെ ഡ്യൂട്ടി പെട്ടാണ്. കേറ്റി വിടല്ലേ. വാ മോനെ പുടി. എന്റെ പൊന്നു കുഞ്ഞെ, ഇപ്പോഴങ്ങോട്ട് പോകണ്ട. തമ്പി അങ്ങ് ആകെ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ ക്ഷണക്കത്ത് കിട്ടിയിട്ട് വന്നതാ. കുഞ്ഞ് ഇത്തിരി നേരം ക്ഷമിക്കേ. കുഞ്ഞിനേര് മേളിപ്പോട്ട് ഇപ്പൊ വരാം. ഡോ, കുഞ്ഞിനെ അങ്ങോട്ട് ഇരുത്തു. അപ്പുറത്തോട്ടിരിക്ക. സോഫയുണ്ട്. ആരാ ക്ഷണക്കത്ത് അയച്ചത്? എന്റെ അനുവാദം കൂടാതെ ആരാ ക്ഷണക്കത്ത് അയച്ചതെന്ന്? ഈശ്വരനാണ്, എനിക്കറിയില്ല. വല്ലാത്തൊരു പെൺകുട്ടിയല്ലേ. ചറവറാന്നുള്ള വർത്താനം. ഒരു സംഗതി പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല. ഉമ്മറത്തെ സോഫയിലിരിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല. രാജൻ സാറിന്റെ മുറി തള്ളി തുറന്ന് അതിൻ്റെ അകത്ത് കയറിയിരിക്കുക. ഞാൻ നമ്മളെ വേണുവിനെ കാവലിരുത്തിട്ടാ പോന്നത്. അല്ല, എന്താ വേണ്ടത്? ഇരുന്നോട്ടെ എന്നാണ്. ഇരുന്നോട്ടെ. ഇറക്കി വിട. ഇപ്പൊ ഇറക്കി വിടാം. ഓടിയിറങ്ങി വന്ന് എന്റെ പൊന്നുമോളെ കണ്ണു നിറച്ചൊന്ന് കാണണമെന്ന്
മനസ്സ് കൊതിച്ചതാ. മുത്തച്ഛനോ? ഇഷ്ടമില്ലാത്തോണ്ടല്ല, മുത്തച്ഛന്റെ സ്വഭാവം അങ്ങനെയാ. ഡാഡി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരെന്താ വരാഞ്ഞേ? ഭാഷയ്ക്ക് അവിടെ ഒട്ടും പുറകില്ലല്ലോ. വെറുതെ ഒരു ക്ഷണക്കത്ത് കിട്ടിയെന്ന് വെച്ച് വലിഞ്ഞു കയറി പോരണ്ടെന്ന് എന്നോട് പറഞ്ഞതാ. അവന് ഇഷ്ടമില്ലാണ്ടാ പോന്നേ? ഇഷ്ടക്കുറവൊന്നുമില്ല. എന്നാലും ഇക്കണ്ട ദൂരം ഒറ്റയ്ക്ക്. മുത്തച്ഛനെയും മുത്തശ്ശിയും കാണാനുള്ള കൊതിയുണ്ടല്ലേ? എഴുന്നേറ്റും തോന്നണു. മുൻചുണ്ടി ഉണ്ടെന്നേ ഉള്ളൂ. കുട്ടികളുടെ മനസ്സാ. ഒന്ന് നോക്കിയും കണ്ട് നിന്നാ മതി. ഭാഷക്കാരൊക്കെ മോന്തം വീർപ്പിച്ച് അവിടെ ഇവിടെ ഇരിക്കും. എനിക്കെന്റെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും കൂടെ കുറച്ചു ദിവസം താമസിക്കണം. മോള് കിടന്നോ, മുത്തശ്ശി കാലത്ത് വരാം. മുത്തശ്ശി, ഗുഡ് നൈറ്റ്. മോളെ, രാജിമോളെ, രാജിമോളെ, മോളെ. മോളെ, രാജിമോളെ, മോളെ. മോളെ, എന്ത് കൊച്ചമ്മേ? മോളെ, വിളിച്ചിട്ട് തുറക്കണില്ല. മോളെ, മോളെ. പോയി കുഞ്ഞുണ്ണിയെ വിളിച്ചോണ്ട് വാ. പോ. മോളെ, മോളെ. കുഞ്ഞിനേട്ടാ, കുഞ്ഞിനേട്ടാ. ഞാനാ സുഭദ്രാമ്മയുടെ വിളി കേൾക്കണു. വാടോ. എന്താ കുഞ്ഞിനേട്ടാ, ഒന്ന് ഓടി വായോ. എന്തിനാ? വാല് ഓർക്കണില്ല. ആരുടെ? രാജകുഞ്ഞിന്റെ മുള്ള വാല് ഓർക്കണില്ല. ഒന്ന് ഓടി വായോ. മോളെ, മോളെ. എന്തേ? എത്ര വിളിച്ചിട്ടും കുട്ടിയുടെ ഒരു മറുപടി ഇല്ല കുഞ്ഞുണ്ണേരെ. രാജകുഞ്ഞേ, രാജിക്കുഞ്ഞ്, രാജകുഞ്ഞേ, രാജിക്കുഞ്ഞ്, രാജിക്കുഞ്ഞ്. കുഞ്ഞേ, കുഞ്ഞേ. കുറ്റി, കുറ്റി. ഡോ, കുറ്റി അകത്തിട്ടിരിക്കുക. അത് തുറക്കാനുള്ള ശ്രമ. ഞാൻ പോയി പാര എടുത്തോണ്ട് വരട്ടെ. അതിന്റെ ഇടയ്ക്ക് വേറൊരു പാര വാതിൽ ദേ പറഞ്ഞു. രാജേ, വാതിൽ തുറക്ക. മോളെ, എന്ന് തുറക്ക രാജേ. മോളെ. ഇതൊരു ഉൾമാല. ഞാൻ ഇതുകൊണ്ടൊന്ന് ശ്രമിക്കാം. മോളെ, പോലീസിൽ മോളെ. അകത്ത് ആളും എന്റെ ഈശ്വരാ. ചിലപ്പോൾ വല്ല ബോംബ് പൊട്ടി സത്യ കാണും. മിണ്ടാതിരിക്കട്ടോ. മോളെ, ഇവിടെ കുത്തി, ഇവിടെ കുത്തി. ഇവിടെ തന്നെയാണ് കുത്തേണ്ടത്. തുറക്കട. ഞാൻ തുറക്കാം. തുറന്നു. വാതിൽ തുറന്നു. മാറി നിൽക്കാൻ. മോളെ, മോളെ, മോളെ. കുഞ്ഞുണ്ണിയാരെ, ഓ. കുറച്ച് വെള്ളം തളിച്ചു നോക്കൂ. ആ. മോളെ, മോളെ. മാറൂ. തളിക്കൂ. അനക്കമുണ്ട്, അനക്കമുണ്ട്. മോളെ, എഴുന്നേറ്റ് കതവ് തുറക്ക്. എന്താ മോളെ, എന്താ പറ്റിയ നിനക്ക്?
നേരം വെളുക്കോളം ഉറക്കം വന്നില്ല. പിന്നെ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടാ കിടന്നത്. എപ്പോഴും ഇത് കഴിച്ചിട്ടാ മോൾ ഉറങ്ങണേ? നോ, ഉറക്കം വരാതാവുമ്പോ മമ്മി കഴിക്കാറുണ്ട്. മുത്തശ്ശി പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീയെ. അവൻ വന്ന് ചോദിച്ചാ എന്ത് പറയുമെന്നായിപ്പോയി ഞാൻ. അവിടുത്തെ രാത്രി ഇവിടുത്തെ പകലും, ഇവിടുത്തെ പകൽ അവിടുത്തെ രാത്രിയും ആയതുകൊണ്ടുള്ള ഒരു കൊളാബറേഷൻ ആണ്. സാരമില്ല, ശീലമായിക്കോളും. അത് ഗുളിക കഴിക്കരുത്, കേടാണ്. ഒരു ഗുളിക പണ്ട് ഞാൻ മതി, മാറി ബാക്കി തീർന്നിട്ടില്ല. മുറി ചെന്നിരുന്ന് പറഞ്ഞോളൂ. മോളെ, എന്റെ മോളെ.